18-ാം വയസ്സായാൽ വോട്ട് ചെയ്യാൻ പറ്റും, 18-ാം വയസ്സായാൽ പാസ്പോർട്ട് കിട്ടും, 18 വയസ്സായാൽ ആൺകുട്ടികൾ പട്ടാളത്തിൽ ചേരാം എന്നല്ലാതെ കണ്ട് ബുദ്ധിപരമായ ഒരു പക്വതയും 18-ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ അത് ഏകദേശം അത് ഡെവലപ്ഡ് ആവുന്നത്, പൂർണ്ണത എന്നല്ല, അതൊരു വളർന്ന് പാകമാവുന്നത് at the age of 25 or so. ഏതൊക്കെയാണ് മനുഷ്യരിലുള്ള വർഗങ്ങൾ എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊന്നും ഊഹിക്കാത്ത തരത്തിലേക്കാണ് ആ ചർച്ചകളൊക്കെ വളരുകയോ അല്ലെങ്കിൽ തളരുകയോ ഒക്കെ ചെയ്യുന്നത്. പെണ്ണ് മനുഷ്യരിലെ ഒരു വിഭാഗമാണ്. പുതിയ ഭാഷയിൽ മനുഷ്യവംശം ഡൈമോർഫിക് ആണെന്നാണ് പറയാറുള്ളത്. ആണും പെണ്ണും വെവ്വേറെയുള്ള ജീവവർഗത്തിനാണ് അങ്ങനെ പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് ജീവവർഗങ്ങളിൽ 95% മാത്രമാണ് അങ്ങനെ. 5% ഒരു ശരീരത്തിൽ തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായ നിലയിൽ 2 ലിംഗങ്ങളുമുള്ളത്. മോണോമോർഫിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മനുഷ്യരങ്ങനെയല്ല. ദക്കറും ഉൻസയുമുണ്ട്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ദക്കറും ഉൻസയുമാണ്. ദക്കറും ഉൻസയും അല്ലാത്ത മറ്റൊരു വർഗം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു 3-ാം ലിംഗം എന്നൊക്കെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ലിംഗം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഖുർആനിൽ പറയേണ്ടതായിരുന്നു. ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന പ്രതിപാദനം, കാരണം അതിൻ്റെ ഉലൂമിനെ ഫായിദ കുറിക്കുന്നതാണല്ലോ. ഇന്നൽ ബയാന ഫീ മഹല്ലി തഫ്സീലി യുഫീദുൽ ഉമൂമ. അപ്പോൾ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയുമാണ് സൃഷ്ടിച്ചത്. ഇവർ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോഴാണ് മനുഷ്യവംശം അതിൻ്റെ എല്ലാ നിലകളിലുമുള്ള പൂർണ്ണതയിലെത്തുന്നത്. അന്യോന്യം ചേർന്ന് നിൽക്കണം. അവർ സ്ത്രീവർഗം നിങ്ങളുടെ വസ്ത്രവും നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ്. ഖുർആന്റെ വേറൊരു പ്രയോഗം അതാണല്ലോ. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ. ചേർന്ന് നിൽക്കണം. അപ്പൊ ഈ ഒരു വർഗത്തെ ഇസ്ലാം മനുഷ്യവംശത്തിന്റെ 2 വർഗത്തിലൊന്നായി പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ സ്ത്രീവർഗത്തെ ഒരു 2-ാം തരം വർഗമായി ഇസ്ലാം പരിഗണിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ അവഗണിച്ച് കളഞ്ഞു എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആരോപണം. ഏതൊക്കെ വിഷയങ്ങളിലാണ് അങ്ങനെ ഒരു 2-ാം തരത്വം ഇസ്ലാം പെണ്ണിൻ്റെ മേൽ ചാർത്തി എന്നവർ പറയുന്നത്? ആനുകാലികമായ 1-2 വിഷയങ്ങൾ നമുക്ക് ഉദാഹരിച്ച് നോക്കാം. ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആധുനിക ലോക വീക്ഷണമല്ല ഒരു വിഷയത്തിലും എന്ന പോലെ ഈ കാര്യത്തിലും ഇസ്ലാമിൻ്റെത് എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിക്കും പരമമായ സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ്, വ്യക്തിയുടെ തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും പൂർണ്ണമായ സ്വാതന്ത്ര്യവും പുരോഗതിയും എന്ന് വിശ്വസിക്കുന്ന, ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന, വ്യക്തി സ്വാതന്ത്ര്യവാദം എന്ന് പറയുന്ന, അതിനെ അഖീദവൽക്കരിച്ച ലിബറലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ആധുനികതയുടെ ഒരു ട്രെൻഡ്. ഇസ്ലാം അതല്ല. ഇസ്ലാം വ്യക്തിയെയല്ല മുൻനിർത്തിക്കൊണ്ട് പ്രാധാന്യത്തോടെ കാണുന്നത്. ഇസ്ലാം ദീർഘകാല ബന്ധങ്ങൾ സാധ്യമാകുന്ന കുടുംബ വ്യവസ്ഥയെയാണ്, സാമൂഹിക ഘടനയെയാണ്. ഒന്നിൽ വ്യക്തിയാണ് പ്രധാനം,
മറ്റൊന്നിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ കുടുംബവും സമൂഹവുമാണ് പ്രധാനം. വ്യക്തികളുടെ ആത്യന്തികമായ താല്പര്യങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ അടിസ്ഥാനപരമായ ഒരു തത്വം, ഇതിൻ്റെ പ്രാഥമികമായ ഒരു ഉസൂലായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരസ്പരം താരതമ്യം ചെയ്തിട്ട് ഇസ്ലാമിനാണോ കൂടുതൽ പുതിയ കാലത്തെ പ്രസക്തി, അല്ലെങ്കിൽ ഇന്നത്തെ രീതികൾക്കാണോ പ്രസക്തി തുടങ്ങിയ ചർച്ചകൾ വരുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു വേണ്ടവിധം മനസ്സിലാകായ്മ ഉള്ളത് കൊണ്ടാണ് ധാരാളം വിഷയങ്ങളിൽ ഇസ്ലാം സ്ത്രീയെ അടിച്ചമർത്തുന്നു, അവഗണിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പം കോടതിയുടെ വ്യവഹാരങ്ങളിലുള്ള ഏക സിവിൽ കോഡ് ചർച്ചയൊക്കെ ഇവിടെ വ്യക്തി നിയമം മാറ്റി പൊതു സിവിൽ നിയമം വരണമെന്നൊക്കെ പറയുന്ന ആളുകൾ ഉദാഹരിക്കുന്ന ഒരു വിഷയം തന്നെ എടുത്തു നോക്കൂ, സ്ത്രീയുടെ അനന്തരാവകാശം. ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉദാഹരിക്കുക മാത്രമാണ്. എന്താ കാഴ്ചപ്പാട്? സ്ത്രീയെ ഇസ്ലാം അവഗണിച്ച് കളയുന്നു. വിശുദ്ധ ഖുർആന്റെ വചനം തന്നെ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം എന്താ? ലിറിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദൂന വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദൂന വൽ അഖ്റബൂൻ മിന്നൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ കല്ല ഔ കഫുർ നസീബൻ മഫ്റൂദ. ആണിനും പെണ്ണിനും അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം എങ്ങനെയാ? യൂസീക്കും അല്ലാഹു ഫീ ഔലാദിക്കും ലിൽദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. അവിടെയാണ് പ്രശ്നം. അതിന്റെ വിശദീകരണത്തിലേക്ക് വന്നു നോക്കുമ്പോൾ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഇരട്ടി കിട്ടും ആൺകുട്ടിക്ക്. അതൊരു വിഷയമല്ലേ? ആ അനന്തരാവകാശം മാത്രം മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. പക്ഷെ ഇസ്ലാമിലുള്ള പിതാവിൻ്റെ അല്ലെങ്കിൽ അവകാശിയുടെ സ്വത്ത് അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് നൽകുന്നതിൻ്റെ പല മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗം മാത്രമാണ് വറാസത്ത്. അവിടെ വസൂയത്തുണ്ട്, സകാത്തുണ്ട്, സദഖയുണ്ട്, ഹിബത്തുണ്ട്, ധാരാളം വേറെ മാർഗങ്ങളുണ്ട്. അനീതി ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ, അത് മുൻനിർത്തിയിട്ടാണ് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലേക്ക് ചേർക്കുന്നതെങ്കിൽ, അനീതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. അനീതി ഉണ്ടെന്ന് വന്നാലും അനന്തരാവകാശ നിയമങ്ങളിൽ അതിൻ്റെ ദായക്രമ വ്യവസ്ഥയിൽ ന്യൂനതകളുണ്ടെന്ന് വാദത്തിന് വന്നാലും ആ ന്യൂനതകളെ പരിഹരിക്കാനുള്ള ബദൽ മാർഗങ്ങൾ അതേ ഇസ്ലാമിലുണ്ട്. ഇപ്പൊ സ്വാഭാവികമായി പെൺകുട്ടികൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയുള്ളൊരു പിതാവ് ചിന്തിക്കുകയാണ്, ഇത്രയും കാലം എന്നെ സേവിച്ച എൻ്റെ മോൾക്ക് ഞാൻ മരിച്ചതിന് ശേഷം സ്വാഭാവികമായി സ്വത്ത് കുറഞ്ഞു പോകുമല്ലോ എന്നാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ന്യായമായി പെൺകുട്ടിക്ക് ഏതൊക്കെ വകകൾ നൽകാം? ഹിബത്ത് നൽകാലോ, സദഖ നൽകാലോ, പേരിലാക്കാലോ. ഒരു പ്രശ്നം പരിഹരിക്കാൻ അതൊരു പ്രശ്നമാണെങ്കിൽ തന്നെയും വേറെ മാർഗമുണ്ട്. ഇനി ഇതൊരു പ്രശ്നമാണോ എന്ന് പരിശോധിച്ചാലോ, ഇസ്ലാമിൽ അനന്തരാവകാശം കിട്ടാൻ ഈ പുത്രിത്വവും അല്ലെങ്കിൽ പുത്രത്വവും മാത്രമല്ല പരിഗണന, മാതൃത്വം പരിഗണനയാണ്, മാതാമഹിത്വം പരിഗണനയാണ്, സാഹോദര്യം പരിഗണനയാണ്. ഉമ്മാമാക്ക് കിട്ടുന്ന രൂപമുണ്ട്, ഭാര്യയ്ക്ക് കിട്ടുന്ന രൂപമുണ്ട്, പെങ്ങൾക്ക് കിട്ടുന്ന രൂപമുണ്ട്. അപ്പൊ ആകെ ഇസ്ലാമിന്റെ അനന്തര സ്വത്ത് വീതം വെക്കുന്ന അനന്തരാവകാശമല്ല ചർച്ച, പക്ഷെ പെണ്ണിനെ അവഗണിക്കുന്നു എന്ന ഒരു ചർച്ച ഏക സിവിൽ കോഡിന്റെ വെളിച്ചത്തിലുള്ളത് കൊണ്ട് പറയുകയാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. 34 സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഫറായിലിന്റെ വ്യവസ്ഥയിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വരുന്നത്. അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം സമൂഹം അറിയേണ്ടത്,
ആ 34 സന്ദർഭത്തിൽ കേവലം 5 സന്ദർഭത്തിൽ മാത്രമാണ് പെണ്ണിനേക്കാൾ കൂടുതൽ ആണിന് കിട്ടുന്നത്. 11 സന്ദർഭങ്ങളിൽ ആണിനും പെണ്ണിനും തുല്യമാണ്. 14 സന്ദർഭങ്ങളിൽ ആണിനേക്കാൾ കൂടുതലാണ് പെണ്ണിന്. 5 സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളൂ, ആണിനില്ല. പരിശോധിക്കാമല്ലോ. ഓരോന്നും പറയുമ്പോൾ നമ്മുടെ ചർച്ചയുടെ തലക്കെട്ട് മാറ്റേണ്ടി വരും. പല നമ്മുടെ മാധ്യമങ്ങളിലും നമ്മുടെ പേജുകളിലും പലരുമായി അത് വിഷയം കൈകാര്യം ചെയ്തതാണ്. ഇനി ഇതിൽ തന്നെ അവരുടെ വേറെ ആരോപണം നോക്കൂ. ഇവിടെ വാസ്തവത്തിൽ പുരുഷന്മാർക്കാണ് പരാതി വേണ്ടത്. കാരണം 5 സന്ദർഭത്തിൽ പെണ്ണിന് കിട്ടുമ്പോൾ ആണിന് കിട്ടുന്നില്ല. 14 സമയത്ത് ആണിന് കുറവാണ്, പെണ്ണിന് കൂടുതലാണ്. ഒരേപോലെ വരുന്നത് 11 സമയത്തും. 5 സമയത്ത് മാത്രമാണ് ഈ ലില്ലക്കരി മിസ്ലു ഹള്ളിൽ ഉൻഫയന്റെ തഹക്കുക്ക് സംഭവിക്കുന്നത്. ബാക്കി അതിന്റെ അടിസ്ഥാന നിയമമാണ്. ഇനി ഇവിടെ പെണ്ണിന് കുറഞ്ഞു പോകുന്നു എന്ന് ആ വക്കീലൊക്കെ പരാതിപ്പെടുന്ന ആ വിഷയം, അവരുടെ കാഴ്ചപ്പാടെന്താ? ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ മുസ്ലിം കുടുംബത്തിന്റെ അവസ്ഥയല്ല, ശരാശരി മലയാളികളുടെ ഒരു പൊതുബോധം എന്താ? പെൺകുട്ടികൾ ഒന്നുകൂടി വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്നവരാണ്. സ്നേഹം കൂടുതലാണ്, സ്നേഹപ്രകടനം കൂടുതലാണ്. ഇപ്പൊ വല്യുപ്പ, വല്യുമ്മ, മൂത്താപ്പ, എളാപ്പ എന്നൊക്കെ പറയുന്നത്, കാരണവൻ, അമ്മാവൻ എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികളെക്കാൾ ഒന്നുകൂടി വൈകാരികമായ ഒരു ഇമോഷണൽ ബോണ്ട് പെൺകുട്ടികൾക്കുണ്ടാകും. ഒരുപക്ഷെ ഉപ്പയേക്കാൾ കൂടുതൽ ബന്ധം വല്യുപ്പാനോടായിരിക്കും പെൺകുട്ടികൾക്ക്. ഈ വിഷയങ്ങളിൽ പെൺകുട്ടികൾക്ക് കിട്ടേണ്ടത് വല്യുപ്പ കൊണ്ടുപോയി കളയുന്നു എന്നുള്ളതാണ് പരാതി. അപ്പൊ ഞാനിതാ പറയുന്നത്, വല്യുപ്പ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പാനോട് പറയാൻ പറ്റാത്തതും വല്യുപ്പാനോടാണ് പറയാം. വീട്ടിലും റോട്ടിലും നാട്ടിലും കോളേജിലുമുള്ള സങ്കടം ചെന്ന് തീർക്കുക, നെഞ്ചോട് ചേർന്ന് നിൽക്കുക വല്യുപ്പാനോടാണ്. ആ വല്യുപ്പയാണ് ഇവിടെ ഭീകര കഥാപാത്രമെന്ന് പഠിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ആധുനിക സിദ്ധാന്തങ്ങൾ. എന്നിട്ട് പെൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയാൽ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സ്വത്ത് അപഹരിച്ചു കളയുന്ന ദുശാസനന്മാരായ, ക്രൂരന്മാരായ കഥാപാത്രമാണ് വല്യുപ്പമാർ എന്ന് പറയുകയല്ലേ അവർ. ഈ വല്യുപ്പാക്ക് 8-1 അല്ലെങ്കിൽ 3-1 കിട്ടുമ്പോഴേക്കെന്താ വല്യുപ്പ നോക്കേണ്ടി വരില്ലേ? കാരണം ഇസ്ലാമിന്റെ വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ഏതെങ്കിലും ചെറി പിക്കിംഗ് എന്ന് പറയും. ഒരു ഭാഗം മാത്രം എടുത്ത് പരിശോധിച്ചാൽ പോരാ. ഇസ്ലാം പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അധികാരം പ്രിവിലേജ് അല്ല, അധികാരം ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ഖിവാമ പുരുഷനാണ്, നീ സ്ത്രീയെ പരിപാലിക്കണം എന്നാണ്. ഡെഫിനിറ്റായ 1-2 ഇഷ്യൂ തന്നെ അവർ പറയുന്നുണ്ട്. ഒരു ഉമ്മ മരിച്ചു, ആ ഉമ്മക്ക് 2 പെൺകുട്ടികളും ഒരു ഭർത്താവും. ഇപ്പൊ ഭർത്താവിന് പകുതി പോകണം, പെൺകുട്ടിക്ക് 3-2 പോകണം. അപ്പോ ആകെ 6-ൽ നിന്ന് എടുക്കണം. 6-ൽ നിന്ന് പോകൂല, 7-ലേക്ക് മാറ്റും. 7-ലേക്ക് മാറ്റുമ്പോ 6-ൽ നിന്നെന്ന പോലെ വീതം വെക്കുമ്പോ 3 ഭർത്താവിന് പോകും, പിന്നെ ബാക്കി 4 പെൺകുട്ടികൾക്ക് പോകും. ഈ 4 കിട്ടില്ലല്ലോ, ഈ 4 പിന്നെയും പകുതിയാക്കണല്ലോ, 2 പെൺകുട്ടികളില്ലേ, അപ്പൊ 2 ആകും. അപ്പൊ ഭർത്താവിന് 7 ലക്ഷം റുപ്യ അല്ല, 3 ലക്ഷം റുപ്യ ഭർത്താവിന്, 2 ലക്ഷം വീതം പെൺകുട്ടികൾക്ക്. ഇവിടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് സ്വത്ത് കുറഞ്ഞു പോകാൻ കാരണം ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമമല്ലെന്നാണ് ചോദ്യം. പക്ഷെ അവിടെ ആർക്കാണ് പോയത് എന്നെന്തുകൊണ്ടാ അവർ ചിന്തിക്കാത്തത്? മരിച്ചതുമ്മ, ബാക്കിയായത് ഇവരുടെ ഉമ്മ മരിച്ചു, ബാക്കിയായത് മരിച്ച മയ്യത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവരുടെ വാപ്പയായിരിക്കില്ലേ? അപൂർവം സന്ദർഭത്തിലെ അത് 2 ഉപ്പയാകൂ.
സ്വന്തം ബാപ്പയാകും 99.99 കേസുകളിലും. അപ്പൊ സ്വന്തം ബാപ്പാക്ക് 3 ലക്ഷം, ഉദാഹരണത്തിലെ പകുതി പോയതിനെ കുറിച്ചാണ് പെൺകുട്ടികളോട് അത് അനീതിയല്ലേ എന്ന് ചോദിക്കുന്നത്. ഈ നാട്ടിലെ മതമുള്ളവരും ഇല്ലാത്തവരുമായ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടാകുമോ? പെട്ടെന്ന് അമ്മ മരിച്ചു, അല്ല ഉമ്മ മരിച്ചു, നമ്മുടെ വൃത്തത്തിന്റെ പുറത്തേക്ക് ചർച്ച വികസിപ്പിക്കാം. എന്നിട്ട് മരിച്ച മാതാവിന്റെ സ്വത്തിന്റെ പകുതി ഉപ്പാക്ക് പോയി, അല്ലെങ്കിൽ അച്ഛന് പോയി. വിവരവും വിവേകവും മനസാക്ഷിയുമുള്ള ഏതെങ്കിലും പെൺകുട്ടിക്ക് പരാതി ഉണ്ടാകൂ? വാസ്തവം അതല്ലേ? ഇല്ലേ? വേറൊരു ഘട്ടം കൂടി അവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഉപ്പ മരിച്ചു, പിന്നെയുള്ളതാരാ? ഉപ്പാന്റെ ഓള്, ഭാര്യ, പെൺകുട്ടികളെ ഉമ്മ, പിന്നെയോ മാതാപിതാക്കൾ. ഒരാള് മരിച്ചു, 2 പെൺകുട്ടികളും, അതേപോലെ ഭർത്താവും, അതേപോലെ ഭാര്യയും മാതാപിതാക്കളും. ആ വിഷയത്തിലും ഇവർ ഈ പരാതി പറയുന്നു. പെൺകുട്ടികൾക്ക് 3-2 പോകുള്ളൂ. പിന്നെയോ 3-1 മാതാപിതാക്കൾക്ക് കൊടുക്കണം, 8-1 ഉമ്മാക്കും പോകണം. ഞാൻ ആ മസല പറയല്ല, അവലാണല്ലോ. 23-27 മാറുന്നു, 16 പെൺകുട്ടികൾക്ക് പോകുന്നു, 3-1 8, 4-4 വെച്ച് മാതാപിതാക്കൾക്ക് പോകുന്നു, 8-1 3 ഈ ഉമ്മാക്കും പോകുന്നു, ഭാര്യക്കും പോകുന്നു. ഇവിടെ ഈ പെൺകുട്ടികൾക്ക് 3-2 പോയി. 24 ലക്ഷം റുപ്യന് വീതം വെച്ചപ്പോ ഇവർക്ക് 16 ലക്ഷം റുപ്യ ആയിപ്പോയി. ബാക്കി പൈസ അത് വല്യുപ്പയും വല്യുമ്മയും സ്വന്തം ഉമ്മയും 99.9% കേസുകളിൽ സ്വന്തം ഉമ്മയും അപഹരിച്ചു. ഈ പെൺകുട്ടി ആർക്കെതിരെയാ ചിന്തിക്കേണ്ടത്? ആധുനിക വ്യവസ്ഥ പ്രകാരം എന്റെ ഉമ്മ ഒരു ദുഷ്ട കഥാപാത്രം, ജന്മം നൽകിയ ഉമ്മ ഒരു ദുഷ്ട കഥാപാത്രം. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തിൽ നിന്ന് 8-1 3 ലക്ഷം കൊണ്ടുപോയി എന്റെ ഉമ്മ. എന്റെ വല്യുപ്പ ഒരു ദുഷ്ട കഥാപാത്രം. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടതിൽ നിന്ന് അവർ കൊണ്ടുപോയി ചെറുതല്ല വലിയൊരു ഭാഗം. ഉമ്മാമയും പാപ്പേ അല്ലെ വല്യമ്മയും വല്യപ്പയും കൂടി അതിന്റെ 3-1 കൊണ്ടുപോയി. ഞാനതിനെ അവിടെ വെച്ച് കറങ്ങി പറയുകയല്ല. ഇതൊരു കേവലം ചെറിയ വിഷയമല്ല. ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ പോലും പെട്ട ആളുകൾ അതിനെ ന്യായമായി കൊണ്ടുവരുന്ന ഉദാഹരണങ്ങളുടെ നിജസ്ഥിതി ഇതാണെന്ന് പറയുകയാണ്. ബാക്കിയൊക്കെ ഒഴിവാക്കിയേക്ക്. അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ ഏതാണ് നീതി എന്നുള്ളത്. ഏത് വിഷയം എടുത്ത് നോക്കിയാലും. പിന്നെ അവർ പറയുന്നൊരു കാര്യം, ലിംഗനീതി എന്ന നമ്മുടെ കൺസെപ്റ്റിനെ പരിഗണിക്കാതെ ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യലായ ഒരു ധാരണയെക്കുറിച്ചാണ്. സമത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സങ്കല്പം മാത്രമാണ്. ലോകത്തെ ഏതിലാണ് സമത്വം ഉള്ളത്? വൈവിധ്യങ്ങളാണ്, വ്യത്യസ്തതകളാണ്. ഈ വ്യത്യസ്തതകളുടെ ഏകതയാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലിപ്പോ ഓരോരുത്തർക്കും നൽകേണ്ടതിനെ നൽകുക എന്നുള്ളതാണ് ക്രിസ്തു അതില്ലെന്ന് നമ്മുടെ കൺസെപ്റ്റ്. അതിലെല്ലാവർക്കും 50-50 എന്നുള്ളതല്ല അവിടെ വരുന്നത്. അവസര സമത്വം എന്നൊരു പക്ഷേ പറയാം. അതേസമയം ശാരീരികമായി സമത്വമില്ല. അവസരങ്ങളിൽ പോലും ഒരുപക്ഷെ ഇവരുടെ ദൗത്യങ്ങളിൽ, ചുമതലകളിൽ സമത്വമില്ല. ആണുങ്ങൾ ചെയ്യേണ്ടതെല്ലാം പെണ്ണുങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറയുന്ന, ഞാൻ ആ ക്ലീശ ചർച്ചയിലേക്ക് പോകുന്നില്ല. ലോകത്ത് ഒരു കാര്യത്തിലും അങ്ങനെയില്ല. ആധുനിക ലോകത്ത് പോലും നമ്മുടെ വിഷയം മാറ്റിവെച്ചാൽ ഈ ഫോബ്സ് മാഗസിനൊക്കെ ഇടക്കിടക്ക് സർവേകൾ നടത്തും. ലോകത്തേറ്റവും പ്രചോദനദായകയായ സ്ത്രീ ആരാ? ഇന്ത്യയിൽ നിന്ന് ഒരു തവണ സോണിയാഗാന്ധി ആ പട്ടികയിൽ ഇടം പിടിച്ചു. മറ്റു സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന പെണ്ണ്. പക്ഷെ ഇന്ന് വരെ ലോകത്തേറ്റവും പ്രചോദകനായ പുരുഷനാരാണ് എന്ന് പറയുന്ന ചർച്ചയുണ്ടായിട്ടില്ല. കാരണം പുരുഷൻ അവൻ
ഓൾറെഡി അല്ലെങ്കിൽ നാച്ചുറലി പ്രചോദിതനാണ്. അവൻ അധികം പ്രചോദിതനായതിന്റെ പ്രശ്നമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും ശരീരത്തിന്റെ ഭാരം, ശരീരത്തിന്റെ ഉയരം, ആന്തരിക സ്രാവങ്ങളുടെ നോർമൽ വാല്യൂ, ഇപ്പൊ ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെ. ബ്ലഡിലെ ഹീമോഗ്ലോബിൻ HB, ആണിന്റെ നോർമൽ കൗണ്ട് എത്രയാ, പെണ്ണിന്റെ കൗണ്ട് എത്രയാ? 21 വയസ്സായ പുരുഷന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്, പെണ്ണിന്റെ വെയിറ്റ് എത്രയാണ്? ശാരീരികമായ വൈകാരിക സന്ദർഭത്തിൽ പോലും പെണ്ണിന് ലൈംഗികമായ വൈകാരികത നാച്ചുറലി ഉണ്ടാവുക ഓവുലേഷൻ ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാല് ഒരു ഹൈൽ അവസാനിച്ച് ആ കോയിന്റെ ഘട്ടത്തിലെ ഇവിടുന്ന് അവസാനിച്ച 7ാമത്തെ ദിവസവും അങ്ങോട്ട് പുതിയ ഹൈൽ ആരംഭിക്കുന്നതിന്റെ ഇങ്ങോട്ടേക്കുള്ള 7-8 ദിവസവും 16 ദിവസമാണ് ഉള്ളതെങ്കിൽ നാച്ചുറലി ഒരു മാസ സൈക്ലിങ്ങിൽ ഇതിന്റെ സയൻസ് അതാണ്. രണ്ടിന്റെയും മധ്യേ വരുന്ന 7-8 ദിവസം. ആ 7-8 ദിവസം നമ്മളും നമ്മുടെ പത്നിയും ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു പങ്കാളിയോടൊപ്പം പൊതുചർച്ചയിൽ ആണും പെണ്ണും ഒന്നിച്ചു വരികയാണെങ്കിൽ ആ പെണ്ണിന്റെ ഓവുലേഷൻ ഘട്ടമാണെങ്കിൽ ആണ് ഇനീഷ്യേറ്റീവ് എടുക്കാതെ പെണ്ണ് ലൈംഗികമായ ബന്ധത്തിന്റെ താല്പര്യം കാണിക്കും. ആണിനെ തലോടും, ആണിനെ ഒന്ന് ചേർത്ത് നിർത്താൻ ശ്രമിക്കും, വൈകാരികമായി ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ആണോ? ആണ് 24 മണിക്കൂറും സന്നദ്ധനാണ്, പ്രത്യേകിച്ചൊന്നും വേണ്ടതില്ല. അവനാ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി, ഏറ്റവും മിനിമം. അതുകൊണ്ടാണ് ലോകത്ത്, ഞാൻ അങ്ങോട്ടേക്ക് അധികം കടന്നു പോവുകയല്ല, ഒരു വിഷയത്തിൽ ഇപ്പൊ ആധുനിക ലോകം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇന്നേ വരെ സ്ത്രീകൾ പട്ടാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇസ്രായേലിൽ മാത്രമാണ് ഒരു തവണ സ്ത്രീകളെ പട്ടാളത്തിലെടുത്തത്. പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. 2 കാരണം. ഒന്ന്, ഇവരുടെ ശരീരം അതിന് ഫിറ്റല്ല. 2ാമത്തെ കാരണം, ഇവർക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ലോകം അംഗീകരിച്ചു. പട്ടാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടവരാണ്. ഇവരാണെങ്കിൽ സ്വാഭാവികമായി രാജ്യത്തിന്റെ രഹസ്യം സഹ പട്ടാളക്കാരിയോട് പറയും. ആ പട്ടാളക്കാരി അത് അടുക്കളപ്പാട്ട് അങ്ങാടിപ്പാട്ടാക്കി കളയുന്നു. സ്ത്രീകളെ പട്ടാളത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആധുനിക ലോകവും അംഗീകരിക്കുന്നില്ല. അവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 2 കാഴ്ചപ്പാട്. ഒന്ന്, സ്ത്രീപക്ഷ ബദൽ, സ്ത്രീകൾക്ക് മാത്രമായൊരു ലോകം. ഇന്ന് ലോകം അവിടത്തേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായപ്പോ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് UPA സർക്കാർ ആയിരുന്നു. ആ സമയത്ത് അവര് തീരുമാനം കൊണ്ടുവന്നു, സ്ത്രീപക്ഷ ബദലുകൾ ഇന്ത്യ മുഴുവനും ഉണ്ടാക്കണം. സ്ത്രീകൾക്ക് മാത്രമുള്ള ഫ്ലൈറ്റ്, മാത്രമുള്ള ഷീ ഓൺലി അല്ലെങ്കിൽ ഷീ ഫേവർ ട്രെയിനുകൾ, ഷീ ഫേവർ ഹോസ്പിറ്റൽസ്, ഹോസ്റ്റലുകൾ, എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും സ്ത്രീകൾക്ക് സംവരണം എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് സ്ത്രീ മാത്രവൽക്കരിക്കുക. ഇതന്നല്ല അയിമത്ത് പണ്ടേ പറഞ്ഞത്. ഒന്നുകിൽ പരിഹാരം അത്, അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ ചെയ്യേണ്ടത് സ്ത്രീ ചെയ്യുകയും ആൺ ചെയ്യേണ്ടത് ആൺ ചെയ്യുകയും ചെയ്യുന്ന, അല്ലാതെ സ്ത്രീ ആണിനോട് മത്സരിച്ച് ആണിനെ പോലെയാവുക എന്ന് പറയുന്ന ഒരു മത്സരം ഒഴിവാക്കുക എന്നുള്ളത്, ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിലേക്കാണ് ലോകവും എത്തിയത് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല, 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. ഈ അടിച്ചമർത്തപ്പെടുന്നു എന്ന് അവർ പറയുന്ന ഓരോ വിഷയത്തിന്റെയും ഉള്ളുതള്ളികൾ അങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോ മുജിബറായ വലിയന് നമ്മുടെ ഫിഖഹിലേക്ക് തന്നെ വന്നാൽ, അവര് ഈയിടത്ത് അവരുമായി ഒരു സംസാരം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടി, എറണാകുളത്ത് കുസാറ്റിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വലിയ പരാതിയായി പറഞ്ഞൊരു സംഗതിയാണ്. ആ കുട്ടി സുന്നിയാണ്, നമ്മുടെ ഒരു സമസ്ത കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. അവരൊക്കെ എത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു ആലോചിക്കേണ്ടതുണ്ട്. മുജിബറായ വലിയന് കന്യകയെ സമ്മതമില്ലാതെ കെട്ടിക്കാമല്ലോ, ഇത് ഫ്രീവിലിനെതിരല്ല എന്നുള്ളതാണ്. ഈ ഫ്രീവിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീവിൽ എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളതാണോ ഫ്രീവിൽ? അതിന് ചാവോസ് എന്നാണ് പറയുക, അരാജകത്വം. മറിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയപ്പെടുന്ന ലോകങ്ങളിൽ സ്ത്രീ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഭരണഘടനയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീറ്റിംഗ് കേസ് എന്ന് പറയുന്ന അവരുടെ ഇമാമുമാരാണ് തീരുമാനിക്കുന്നത്. ഈ ഫ്രീറ്റിംഗ് നടത്തുന്നു എന്ന് പറയുന്ന പെൺകുട്ടികൾ അവരാരെയാണ് കൂട്ടിയാറുള്ളത്? നിരീശ്വരവാദി നേതാക്കളെ.
റിച്ചാർഡ് ഡോക്കിൻസിന്, ക്രിസ്റ്റഫർ ഹിച്ചണ്, സാം ഹാരിസിന്, പീറ്റർ സിംഗറ്, യുവാൽ നോവ ഹരാരിയെ, ഇവരെയൊക്കെയാണ്, കാൾ സാഗന്, ഇതൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ, അവരെയൊക്കെയാണ് ഉദ്ധരിക്കാറുള്ളത്. അവരങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞല്ലോ. അതാരുടെ സ്വതന്ത്ര ഇന്ത്യ? കുട്ടി പെണ്ണ്, നീ ആലോചിച്ച് അങ്ങനെ മനസ്സിലാക്കുവാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറയാം, അത് നിന്റെ സ്വതന്ത്ര ഇന്ത്യയാണ്. അതേസമയം നമ്മൾ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പറയുന്നത് പോലെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട സ്കോളേഴ്സിനെ ഉദ്ധരിച്ച് പറയുന്നു. അത് അവരുടെ ആലോചനയല്ലേ? ഇനി അതൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു കുട്ടിയുടെ ബുദ്ധിപരമായ പ്രായപൂർത്തിയപ്പോഴാ മുജിബറായ വലിയന്റെ ഇജ്മാറിന്റെ പ്രസക്തിയാണ് ഞാൻ പറയുന്നത്. ന്യൂറോ സയൻസ് തന്നെ പഠിപ്പിക്കുന്നത് രണ്ടു തരം പ്യൂബർട്ടികളുണ്ട്, പ്രായപൂർത്തികൾ. ശരീരത്തിന്റെ പ്രായപൂർത്തിയാണ് പെൺകുട്ടികൾക്ക് നമ്മുടെ ഫത്വൽ മുല്ലൊക്കെ പറഞ്ഞല്ലോ, 9 വയസ്സ് മിനിമം, അതെവിടെ വരെയും കൂടാം. അത് മെറ്റബോളിക് പ്യൂബർട്ടി എന്ന് പറയും. അത് ശാരീരികമായ പ്രായപൂർത്തിയാണ്. അതേസമയം ബുദ്ധിപരമായ പ്രായപൂർത്തിയോ ഇന്റലക്ച്വൽ പ്യൂബർട്ടി, റുഷ്ദ് കിട്ടുന്ന പ്രായം, ശരിയും പറ്റും വിവേചിച്ച് മനസ്സിലാക്കുവാൻ പറ്റുന്ന പ്രായം. ഇസ്ലാം അവിടെ നിൽക്കട്ടെ. എന്താണ് ന്യൂറോ സയൻസ് പറയുന്നത്? അത് 18 പോലും ആകുന്നില്ല എന്നുള്ളത്. ബിറ്റ്വീൻ 25 to 43 ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ ഇതിന്റെ PDF ഒക്കെ കിട്ടുമല്ലോ. 25ന്റെയും 43ന്റെയും ഇടയിൽ, 25ന്റെയും 43ന്റെയും ഇടയിൽ നിന്ന് മാത്രമല്ല, 18ാം വയസ്സിൽ പ്രായപൂർത്തിയാകും എന്ന് പറയുന്ന, 18ാം വയസ്സിൽ പ്രായപൂർത്തിയല്ല, 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് എല്ലാം സ്വയം തീരുമാനിക്കാം. ഇതാണ് ജനാധിപത്യ രാജ്യത്തിന്റെ തീരുമാനം. ഇന്ത്യയിൽ 18, എല്ലാ രാജ്യത്തും 18 അല്ല. അമേരിക്കയിൽ 16 ചൈനയിൽ 13 GCCയിൽ 20 അതിൽ തന്നെ ബഹ്റൈനിൽ 21 ഫിലിപ്പൈൻസ്, ജാപ്പാൻ അവിടെയൊക്കെ 12 ഈ 18ാം വയസ്സിൽ എന്താ ഇവർക്ക് പ്രത്യേകിച്ച് സംഭവിക്കുന്നത്? നമ്മുടെ പെൺകുട്ടികൾ എന്താ പറയാ? 18 വയസ്സായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉമ്മയും പാപ്പയും തീരുമാനിക്കുന്നു. അതല്ല ഇസ്ലാം. പഠിച്ചവൻ തീരുമാനിക്കുന്നു, ഉസ്താദുമാർ തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് 18 വയസ്സായി. ഈ 18 വയസ്സിൽ 17ാം വയസ്സിൽ ഇല്ലാത്തതോ 19ൽ ഇല്ലാത്തതോ ആയ ഒന്നും സംഭവിക്കുന്നില്ല. 18 വയസ്സിൽ കലണ്ടറിൽ ഒരു ഏജ് കൂടി, മെറ്റബോളിക് ഏജ് ഒന്ന് കൂടി എന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം 18ലാണ് സംഭവിക്കുകയെങ്കിൽ ഈ 12ലും 13ലും മ്യൂച്വൽ കൺസെന്റ് കൊടുക്കാൻ പറ്റിയ, ഉഭയകക്ഷി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ, സെൽഫ് ജെൻഡർ കൺഫർമേഷൻ സാധ്യമായ ഫിലിപ്പൈൻസും ജപ്പാനും ബാലവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാവൂലേ? ഗോത്ര സംസ്കാരമുള്ള രാജ്യങ്ങളാവൂലേ? ഇസ്ലാമിനെതിരെയുള്ള പരാതി എന്താ? 12ലും 13ലും കെട്ടിക്കാൻ പറ്റും, പക്ഷെ ഇസ്ലാമിൽ മാത്രമാണ് അതുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും ഡെവലപ്ഡ് കൺട്രിയായ ജപ്പാൻ 12ൽ പറ്റും, ഫിലിപ്പൈൻസിൽ 12ൽ പറ്റും, അമേരിക്കയെ വെല്ലുന്ന ലോകശക്തി ചൈനയിൽ 13ൽ പറ്റും. 18ൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ബുദ്ധിപരമായ പ്രായപൂർത്തി ഞാൻ നേരം കളയുകയല്ല. ഒറ്റ പാസേജ്. Most of the privileges and responsibilities of adulthood are legally granted by the age of 18. That is when you can vote, enlist the military, move out of your own, but it is the true age of maturity. A growing body of science says no, that critical parts of the brain involved in decision making are not fully developed until the age of 25 or so. എന്താ പറഞ്ഞത്? ഇതാരുടെ പഠനമെന്നറിയോ? ഇന്ന് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സെലിബ്രിറ്റിയായ ന്യൂറോ സയന്റിസ്റ്റായ സാർഡ ആർഡൻ, ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഡോക്ടറാണ്. അവര് പറയാണ് 18ാം വയസ്സായാൽ വോട്ട് ചെയ്യാൻ പറ്റും, 18ാം വയസ്സായാൽ പാസ്പോർട്ട് കിട്ടും, 18 വയസ്സായാൽ ആൺകുട്ടികൾ പട്ടാളത്തിൽ ചേരാം എന്നല്ലാതെ കണ്ട് ബുദ്ധിപരമായ ഒരു പക്വതയും 18ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ അത് ഏകദേശം അത് ഡെവലപ്ഡ് ആവുന്നത്, പൂർണ്ണത എന്നല്ല, അതൊരു വളർന്ന് പാകമാവുന്നത് at the age of 25 or so. 25 മുതലാണ്.
25 മുതലാണ്. അപ്പൊ ഒരു മുജ്മറിന് പ്രസക്തിയില്ലേ? കുട്ടി എന്താ ചിന്തിക്കുന്നത്? ശരിയും തെറ്റും ഒന്നുകിൽ ബുദ്ധിപരമായിട്ട് ശരിയും തെറ്റും കണ്ടെത്താൻ പറ്റണം, അല്ലെങ്കിൽ അനുഭവം കൊണ്ട് കണ്ടെത്താൻ പറ്റണം. സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം അനുഭവം കൊണ്ട് കണ്ടെത്താൻ പറ്റും, എക്സ്പേർട്ടാണ്. അതേസമയം ഒരു കന്യകയെ സംബന്ധിച്ചിടത്തോളം എക്സ്പേർട്ട് അല്ല. ഇജ്ബാറിന് പ്രസക്തിയുണ്ട്. ഓരോ വിഷയം എടുത്ത് നോക്കിയാലും നമ്മുടെ ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ പോരാ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞതിന് അങ്ങേയറ്റം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തീർച്ചയായും സാധിക്കും.